Hello dears, welcome back to Xylem Learning. It's me, Adarsh. മകളെ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തുല്യ ത്രികോണങ്ങൾ അഥവാ ഈക്വൽ ട്രയാങ്കിൾസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് ഐസോസിലസ് ട്രയാങ്കിൾസ് അഥവാ സമപാർശ്വ ത്രികോണങ്ങൾ. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്കൊരു ട്രയാങ്കിൾ കാണാം. അപ്പം ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകതകളൊക്കെയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും സൈലത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് വേണ്ട ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും എല്ലാം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഈ 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് വാങ്ങേണ്ട ഫുൾ മാർക്ക്, എല്ലാ വിഷയങ്ങളിലും ഫുൾ മാർക്ക് നേടാൻ ആവശ്യമായ മുഴുവൻ കോണ്ടന്റും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് വശങ്ങൾ തുല്യമാണ്. ഇപ്പം ചിത്രത്തില് AC-യും BC-യും തുല്യമാണ്. AC-യും BC-യുമാണ് തുല്യമായ വശങ്ങൾ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ആംഗിൾ A is equal to ആംഗിൾ B. ഇവിടെ ആംഗിൾ Aയും ആംഗിൾ Bയും ഈക്വൽ ആണ്. നോക്കണേ, ഈക്വൽ സൈഡ്സ് ആരൊക്കെയാ? AC-യും BC-യുമാണ് അല്ലെ? AC-യും BC-യുമാണ് ഈക്വൽ സൈഡ്. ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റിലുള്ള ആംഗിളുകൾ, ശരിയല്ലേ? ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റിലുള്ള ആംഗിളുകൾ ഈക്വൽ ആണ് എന്നതാണ് മക്കളെ ആദ്യം പഠിക്കേണ്ട പോയിന്റ്. അതായത് ആംഗിൾ Aയും ആംഗിൾ Bയും ഈക്വൽ ആണ്. പഠിച്ചോ? ആംഗിൾ Aയും ആംഗിൾ Bയും ഈക്വൽ ആണ്. അതാണ് നിങ്ങൾ പഠിക്കേണ്ട ആദ്യത്തെ പോയിന്റ്. സെറ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോ ഞാനിതാ ഈ സിയിൽ നിന്ന് AB-യിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. സിയിൽ നിന്ന് AB-യിലേക്ക് ഒരു വര വരയ്ക്കുന്നു. അല്ലെങ്കിൽ AB-യുടെ മിഡ് പോയിന്റ് ആണ് M എന്ന് വിചാരിക്കുക. AB-യുടെ മിഡ് പോയിന്റ് ആണ് M എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ പഠിച്ചു വെച്ചോ, CM എന്ന് പറയുന്നത് AB-ക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും, ലംബമായിരിക്കും. CM AB-ക്ക് ലംബമായിരിക്കും എന്ന് മക്കൾ പഠിച്ചു വെക്കണം. CM AB-ക്ക് ലംബമായിരിക്കും. അതായത് ഇവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഇവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്രയാണ്? 90 ഡിഗ്രിയാണ്. CM-ഉം AB-യും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണ്, സെറ്റ് ആണ്. ഇനി നിങ്ങൾ പഠിക്കേണ്ട മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ AMC. ട്രയാങ്കിൾ AMC എന്ന് പറയുന്നതും ട്രയാങ്കിൾ BMC എന്ന് പറയുന്നതും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾ AMC-യും ട്രയാങ്കിൾ BMC-യും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് മക്കൾ പഠിച്ചു വെക്കുക. ഓക്കെ, AMC ആൻഡ് BMC ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ഓക്കെ, ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്. എന്ന കാര്യം കൂടെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. സെറ്റ് ആണ്. ലാസ്റ്റിലത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ഇവിടെ CM is the bisector of ആംഗിൾ C and AB. CM എന്ന് പറയുന്നത് ആംഗിൾ CAയും അതുപോലെ AB-യെയും സമഭാഗം ചെയ്യുന്നു. അതായത് നിങ്ങൾക്കറിയാം AM എന്ന് പറയുന്നതും BM എന്ന് പറയുന്നതും ഈക്വൽ ആണ് അല്ലെ? AM എന്ന് പറയുന്നതും BM എന്ന് പറയുന്നതും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ CM എന്ന് പറയുന്ന വര, ശ്രദ്ധിക്കണേ, CM എന്ന് പറയുന്ന വര AB-യെ തുല്യമായി ഭാഗിക്കുന്നു, സമഭാഗം ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? ബൈസെക്ടർ എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ CM എന്ന് പറയുന്നത് AB-യുടെ ബൈസെക്ടർ ആണ്. അതുപോലെ ഈ രണ്ട് ആംഗിളുകളും ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ആംഗിൾ
ACM is equal to ആംഗിൾ BCM. ഈ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ആംഗിൾ ACM എന്ന് പറയുന്നതും ആംഗിൾ BCM എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? ഇപ്പം CM പെർപെൻഡിക്കുലാർ ടു AB ആണെങ്കിൽ, CM പെർപെൻഡിക്കുലാർ ടു AB ആണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തു പറയാം? CM പെർപെൻഡിക്കുലാർ ടു AB ആണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പറയാം എന്നറിയോ? അതിൽ നിന്ന് നിങ്ങൾക്ക് പറയാം M is the midpoint of AB. ABയുടെ മിഡ് പോയിന്റ് ആണ് M എന്ന് നിങ്ങൾക്ക് പറയാം. ABയുടെ മധ്യബിന്ദുവാണ് M എന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് പറയാം. സോ ഇത്രയും പോയിന്റുകളാണ് മക്കളെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ഐസോസെലസ് ട്രയാങ്കിളിനെ കുറിച്ച് ഓർക്കുമ്പോൾ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈവിൽ പഠിച്ചതാണ്. സോ അതൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.